എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സാമ്യ സേനാണ്. റമദാൻ കാലമാണ്, നോമ്പ് കാലമാണ്. അപ്പോ എല്ലാ ഡോക്ടർമാരും ഇപ്പൊ റമദാന്റെ ഡയറ്റുകളെ പറ്റിയിട്ടും നമ്മൾ എങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, ഹെൽത്തി ആയിട്ട് എങ്ങനെ ഡയറ്റ് കൊണ്ടുപോകണം എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ചർച്ച, അല്ലെ? സോഷ്യൽ മീഡിയയിൽ ധാരാളം ഡോക്ടറുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇന്ന് നമ്മളും ചർച്ച ചെയ്യുന്നത് റമദാൻ കാലത്തെ ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ടും നോമ്പുതുറയെ പറ്റിയിട്ടും ഒക്കെ തന്നെയാണ്. പക്ഷെ ഇത് നമ്മൾ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള പോയിന്റുകളാണ് ഞാൻ പറയുന്നത്. അപ്പോ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. റമദാന്റെ കാലത്തെ ചില പ്രശ്നങ്ങൾ, ഇപ്പൊ നമ്മൾ ഏറ്റവും ലാസ്റ്റ് വലിയ വിവാദമായല്ലോ, മുഹമ്മദ് ഷമി കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ജ്യൂസ് കുടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിവാദങ്ങൾ ഉണ്ടായി. അപ്പോ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടത്ര വെള്ളം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചിട്ട് ഒരു സ്പോർട്സ്മാനൊക്കെ സംബന്ധിച്ചിട്ട് അവർ വളരെ ഡീഹൈഡ്രേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ജ്യൂസ് ആയാലും വെള്ളമായാലും കുടിക്കുക എന്ന് പറയുന്നത് അവരുടെ ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കർമ്മം, അല്ലെ? ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ കർമ്മം തന്നത്. അപ്പൊ മുഹമ്മദ് ഷമിയുടെ കർമ്മം എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിന് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതവിടെ പോട്ടെ, അതിപ്പോ അദ്ദേഹം വെള്ളം കുടിച്ചതിന് ഒരു തെറ്റും എനിക്ക് പറയാൻ തോന്നുന്നില്ല. അപ്പോ നമ്മൾ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറയുന്നത് അതല്ല. വെള്ളം കുടിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമുക്കറിയാം, നോമ്പിന്റെ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഏർലി മോർണിംഗ് നമ്മൾ ഫാസ്റ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6-6:30 നമ്മുടെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്നത്. അപ്പൊ അത്രയും സമയം, ഒരു മോർ ദാൻ 12 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യണം. പക്ഷേ ബാക്കി ഏകദേശം ഒരു 8-9 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വെള്ളം കുടിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോ ഞാൻ പറഞ്ഞത് സ്പോർട്സ്മാൻമാരുടെ കാര്യമല്ല കേട്ടോ. ഓക്കെ, അവർക്ക് ഫാസ്റ്റിംഗിന്റെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേ ടൈമിലായിരിക്കും കളിയൊക്കെ. അപ്പൊ അതല്ല ഞാൻ പറയുന്നത്, നോർമലായിട്ട് ഫാസ്റ്റ് ചെയ്യുന്ന പൊതുജനത്തിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ വെള്ളം കുടിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷേ നമ്മൾ ഒരു ദിവസം കുടിക്കേണ്ട വെള്ളം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒരു ദിവസം 24 മണിക്കൂറിൽ മിനിമം കുടിക്കേണ്ടത് വെക്കുക. അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഫാസ്റ്റ് ചെയ്യാത്ത നോമ്പ് ബ്രേക്ക് ചെയ്തതിന് ശേഷം കുടിച്ചാലും മതി. ഒരുമിച്ച് കുടിക്കുകയല്ല, സിപ്പ് ബൈ സിപ്പ് കുടിക്കുക. അത് മാത്രമല്ല, വെള്ളം നല്ലപോലെയുള്ള ഫ്രൂട്ട്സ്, ഇപ്പോ ഓറഞ്ച്, അതുപോലെ തന്നെ പൈനാപ്പിള്, തണ്ണിമത്തൻ, അങ്ങനെ ധാരാളം വെള്ളത്തിന്റെ കണ്ടന്റ് ഉള്ള സബർജല്ലി, ഇതിലൊക്കെ ധാരാളം വെള്ളമുണ്ട്. അങ്ങനെയുള്ള ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡീഹൈഡ്രേഷൻ ഒരിക്കലും സംഭവിക്കില്ല. പിന്നെ നമ്മൾ ഈ 6:30 ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുമല്ലോ, അതിനുശേഷം നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് വരെ നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലോ. ആ സമയത്ത് നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നു എന്നുള്ളത്, ഈ 2 ലിറ്റർ വെള്ളം കുറച്ചായിട്ട് ആ സമയത്ത് കുടിച്ചു തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഞാനിപ്പോ കുറച്ച് ഇഫ്താർ വിരുന്നുകളിലൊക്കെ പങ്കെടുത്തപ്പോ ഒരു തെറ്റായിട്ടൊരു പ്രവണത ഞാൻ അവിടെ കണ്ടു. അതായത് നോമ്പ് തുറക്കുന്ന സമയത്ത് അവിടെ കുറെ എണ്ണപ്പലഹാരങ്ങൾ വെച്ചിരിക്കുന്നു. അതായത് പഴംപൊരി, സമോസ, അങ്ങനെയുള്ള കുറെ കട്ട്ലറ്റ്, അങ്ങനെ നമ്മൾ ഈ എണ്ണയിൽ പാകം ചെയ്യുന്ന എണ്ണ പലഹാരങ്ങൾ നോക്കൂ. ആക്ച്വലി അത് കഴിക്കണ്ടെന്നല്ല, പക്ഷെ ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന നോമ്പിന്റെ സമയത്ത് ഇത് കഴിച്ചതുകൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, എണ്ണയിൽ വറുക്കുന്ന പലഹാരങ്ങൾ കൂടുതൽ കഴിക്കുന്നത്, റെഗുലറായി കഴിക്കുന്നത് നല്ലതല്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇത് നമുക്ക് വെള്ളം ദാഹം ഭയങ്കരമായിട്ട് കൂട്ടും. നമുക്ക് എപ്പോഴും വെള്ളം കുടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും. അത് ഇത് കഴിച്ച ആളുകൾക്ക് അറിയാം. പിന്നെ ഇതിന് എന്തെങ്കിലും ന്യൂട്രീഷ്യസ് വാല്യൂ ഉണ്ടോ? അതിട്ടില്ല താനും. അപ്പോ ഈ നോമ്പ് തുറക്കുന്ന വിഭവങ്ങളുടെ കൂടെ ഒരു വിഭവമായിട്ടൊക്കെ വെക്കുന്നത് കുഴപ്പമില്ല. പക്ഷെ പലപ്പോഴും കാണുന്നത് ഈ എണ്ണ പലഹാരങ്ങൾ ഭയങ്കരമായിട്ട് മെയിൻ ഒരു സംഭവമായിട്ട് മാറുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എണ്ണ പലഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കരുത്. കൂടുതലായിട്ട് കഴിക്കേണ്ടത് പറഞ്ഞാൽ എല്ലാവരും കാരക്ക അല്ലെങ്കിൽ ഈന്തപ്പഴം കഴിച്ച് വെള്ളം കുടിച്ചിട്ടാണ് നോമ്പ് തുറക്കുന്നത്. അതിനുശേഷം കൂടുതലായിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അത് മാത്രമല്ല, ഭക്ഷണം, മെയിൻ ആയിട്ടുള്ള ഭക്ഷണം, അതായത് മിതമായിട്ട് കഴിക്കുക. കൂടുതലായിട്ടും ഈ ബിരിയാണി പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ അറിയാലോ, അതിലൊക്കെ എണ്ണയും നെയ്യൊക്കെ വളരെ കൂടുതലുള്ളതാണ്. അപ്പൊ അതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ധാന്യം, അരി എന്നല്ല ഞാൻ പറയുന്നത്, ധാന്യം, അത് ഗോതമ്പാവാം, അരിയാവാം, അതുകൊണ്ടുള്ള ഭക്ഷണങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വീറ്റ് പൊറോട്ടയോ അല്ലെങ്കിൽ വീറ്റ് കൊണ്ടുള്ള ചപ്പാത്തിയോ ഈവൻ അരിപ്പത്തിരിയോ, അങ്ങനെ കുറച്ച് നമുക്ക് ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ധാന്യങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വിശപ്പിനെയും കുറയ്ക്കും, നിങ്ങളുടെ വയറിനെ ഫില്ലിംഗ് ആക്കും. എന്നാൽ ഈ പറയുന്ന ഓവർ ആയിട്ടുള്ള എണ്ണയും മെഴുക്കൊന്നും അതിൽ ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ നോൺ വെജ് കഴിക്കുമ്പോൾ അത് ചിക്കനോ ബീഫോ എന്തോ ആവട്ടെ, കുറച്ചുകൂടി കറി ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഫ്രൈ ആക്കാതെ, അതായത് ഒക്കെ ഫ്രൈ എന്നുള്ളതിൽ നിന്ന് മാറി ചിക്കൻ ഫ്രൈക്ക് പകരം ചിക്കൻ കറി കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോ ഫ്രൂട്ട്സിന്റെ കാര്യം മറക്കരുത്. നല്ല പോലെ ഫ്രൂട്ട്സ്, വാട്ടർ കണ്ടെയ്നിങ് ഫ്രൂട്ട്സ് നന്നായി കഴിക്കുക. വെള്ളം കുടിക്കുക എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ഫാസ്റ്റിംഗ് ആണ് എന്നുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, 10-12 മണിക്കൂർ അല്ലെങ്കിൽ അതിനേക്കാൾ 14 മണിക്കൂർ വരെ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള
8 to 10 മണിക്കൂർ നമ്മുടെ കയ്യിലുണ്ട്. ആ സമയത്ത് നമ്മൾ അന്ന് കുടിക്കേണ്ട വെള്ളം കുടിച്ച് തീർക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരുമിച്ചിട്ടല്ല, സിപ്പ് ബൈ സിപ്പ് കുറച്ചായിട്ട് കുടിക്കുക കേട്ടോ. അപ്പോ ഈ പറയുന്ന എണ്ണപ്പലഹാരങ്ങൾ ഒഴിവാക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 1 മന്ത് നോമ്പ് കാലം നിങ്ങൾക്ക് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ ഇത്രയുള്ള എനിക്ക് പറഞ്ഞു തരാനുള്ള, ഞാൻ ഈ ഇഫ്താറിൽ പോയപ്പോ കണ്ട ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു. ആക്ച്വലി അവിടെയുള്ള ആളുകൾ തന്നെ എന്നോട് പറയായിരുന്നു, ശരിക്കും നമ്മള് കൂടുതലായിട്ട് ഈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയാണ് വേണ്ടത്. പക്ഷെ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യാം, ഈ എണ്ണപ്പലഹാരങ്ങൾ, ഈ സമോസയും അതും ഇതൊക്കെ എടുത്ത് കഴിച്ചിട്ട് ശരിക്കും അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം അല്ല എന്നുള്ളത് അവിടെ നോമ്പെടുത്ത ആളുകൾ തന്നെ എന്നോട് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ അത് സംസാരിക്കാന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ, സാഹോദര്യം നിറഞ്ഞ, സഹനത്തിന്റെ ഒരു നോമ്പുകാലം ആശംസിക്കുന്നു. ബൈ.